നമുക്കെപ്പോഴും എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സംതിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് പെർസെൻറ്റേജ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നതിനേക്കാളും ഫ്രാക്ഷൻ ആക്കിയാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ ആക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അതായത് നമുക്കിപ്പം 24% എന്ന് പറയുമ്പോഴേക്കും 24/100 എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഈ 24 100ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. 5 ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. 2, 4, 5, 10, 20, 25, 50 ഇതൊക്കെ 100ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഏത് മൾട്ടിപ്പിൾ കൊണ്ടാണ് ഇതിൻ്റെ ന്യൂമറേറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. അപ്പോൾ 24നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ലാർജസ്റ്റ് മൾട്ടിപ്പിളാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പം 2ഉം 4ഉം വെച്ച് പറ്റും, പക്ഷെ 4ആണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6 വെച്ചാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 24നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 6 വരും. ഇതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 6/25 എന്നുള്ളത് കിട്ടും. ജസ്റ്റ് അപ്പം 64 എന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 64 എന്ന് കാണുമ്പോൾ തന്നെ 64 ഇതിൽ ഏത് വെച്ചാൽ പോകണമെന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ 64 ആകുമ്പം 4 വെച്ചും പോകില്ലല്ലോ, 2 വെച്ചല്ലേ പോവുള്ളൂ. 64 ആകുമ്പം 2 വെച്ചേ പോവുള്ളൂ. അപ്പം 32. അപ്പം 32/50 അല്ല 4 വെച്ചും പോകും തോന്നുന്നല്ലേ. 64 ആകുമ്പോൾ 4 വെച്ച് പോകും. 4 വെച്ച് പോകും എന്ന് പറയുമ്പോൾ 1 16 16/25. അതുപോലെ 78 4 വെച്ച് പോവുമോ? 78 4 വെച്ച് പോവില്ല. 2 വെച്ച് പോവും. 2 വെച്ച് പോകുമ്പോഴേക്കും 39/50. എത്ര വെച്ചാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അത് വെച്ച് തന്നെ 100 ഡിവൈഡ് ചെയ്തിട്ട് താഴെ എഴുതണം. 16 4 വെച്ച് പോകും. അതാകുമ്പം 4/25. ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് എടുത്താലും ഇതിലോട്ട് എത്തും. പക്ഷേ എളുപ്പത്തിന് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞത് കേട്ടോ.